السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബിലെ കിതാബു സിയാമാണ് നമ്മൾ പഠനം ആരംഭിച്ചത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദർസിൽ കിതാബു സിയാമിൽ അഥവാ നോമ്പുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ആദ്യത്തെ ഹദീസായിരുന്നു ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കിയത്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖദ്ദമു റമളാന ബിസൗമി യൗമിൻ വലാ യൗമൈൻ ഇല്ലാ റജുലൻ കാന യസൂമു സൗമൻ ഫൽയസുംഹു. റമളാനിനെ അതിൻ്റെ ഒരു ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ നോമ്പ് നോറ്റുകൊണ്ട് നിങ്ങൾ വരവേൽക്കരുത്, അഥവാ റമളാനിലേക്ക് പ്രവേശിക്കരുത്. ഇല്ലാ റജുലൻ, ഒരാൾ ഒഴികെ, കാന യസൂമു സൗമൻ ഫൽയസുംഹു, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നോമ്പ് അനുഷ്ഠിച്ചു വരുന്ന ആളാണ്, അങ്ങനെയുള്ള ഒരാൾക്ക് നോമ്പെടുക്കാവുന്നതാണ് എന്നാണ് ആ ഹദീസിൻ്റെ അർത്ഥം. കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചിരുന്നു. ഒരാൾ തിങ്കളും വ്യാഴവും സ്ഥിരമായി നോമ്പെടുക്കുന്ന ആളാണ്. ശഅബാൻ 28 29 ആ ദിവസവുമായി യോജിച്ചു വന്നാൽ അയാൾക്ക് നോമ്പെടുക്കാം. അതല്ലെങ്കിൽ ഖളാ വീട്ടുന്ന ഒരാൾ, ആ രൂപത്തിൽ ഒരാൾക്ക് നോമ്പെടുക്കാവുന്നതാണ്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരുപാധികം റമളാനിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 1-2 ദിവസങ്ങൾ നോമ്പെടുക്കാൻ പാടുള്ളതല്ല. വേറെ ചില റിവായത്തിൽ ഇദന്തസഫ ശഅബാൻ ഫലാ തസൂമു എന്ന് തന്നെ വന്നിട്ടുണ്ട്. ശഅബാൻ 15 പകുതി ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോമ്പെടുക്കരുത് എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ കാരണങ്ങൾ സഹോദരങ്ങളെ കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ പ്രവേശിക്കാനും വരുന്ന റമളാനിൽ നല്ല രൂപത്തിൽ നോമ്പെടുക്കാനുമൊക്കെ ഒരു മുന്നൊരുക്കം എന്നോണമാണ് ആ ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. വല്ലാഹു അലം. അടുത്തതായി അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഒരു ഹദീസാണ് ഉദ്ധരിക്കുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. ഇദാ റഅയ്തുമൂഹു ഫസൂമു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു ഫഇൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറൂ ലഹു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ട ഹദീസാണിത്. അവിടുന്ന് പറഞ്ഞു, ഇദാ റഅയ്തുമൂഹു, നിങ്ങൾ അതിനെ കണ്ടാൽ, അഥവാ ഹിലാല റമളാൻ,
റമദാനിൻ്റെ മാസപ്പിറവി കണ്ടാൽ ഫസൂമു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. വഇദാ റഅയ്തുമൂഹു, നിങ്ങൾ അതിനെ കണ്ടാൽ, അഥവാ ഹിലാല ശവ്വാൽ, ശവ്വാലിൻ്റെ ഹിലാൽ മാസപ്പിറവി കണ്ടാൽ ഫഅഫ്തിറൂ, നിങ്ങൾ നോമ്പ് ഉപേക്ഷിക്കുക, അഥവാ ഈദുൽ ഫിത്റാക്കുക. ഫഇൻ ഗുമ്മ അലൈക്കും, ഇനി നിങ്ങൾക്ക് ഹിലാൽ കാണാൻ സാധിക്കാത്ത രൂപത്തിൽ മേഘമോ അങ്ങനെ വല്ലതും മറക്കപ്പെട്ടാൽ ഫഖ്ദുറൂ ലഹു, ഫഖ്ദുറൂ ലഹു എന്ന വാക്കിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറയും. സഹോദരങ്ങളെ, ഈ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലേക്ക് പ്രവേശിക്കുന്ന വിഷയമാണ്, അഥവാ റമദാനിലേക്ക് പ്രവേശിക്കാൻ രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഹദീസിൽ വ്യക്തമായി ബാഹ്യമായി വന്നതുപോലെ ഇദാ റഅയ്തുമൂഹു, നിങ്ങൾ കണ്ടാൽ, അഥവാ അർറുയ, ഹിലാൽ കണ്ടാൽ, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, മാസപ്പിറവി കണ്ടാൽ പെരുന്നാളാക്കുക. ഒന്നാമത്തേത് കാഴ്ചയാണ്, കാണലാണ്, മാസപ്പിറവി ദർശിക്കലാണ്. അഥവാ ശഅബാനിൻ്റെ 29 അതല്ലെങ്കിൽ റമദാനിൻ്റെ 29 മാസപ്പിറവി ചന്ദ്രൻ ദർശിച്ചാൽ, ചന്ദ്രനെ കണ്ടാൽ നോമ്പെടുക്കുകയും നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ്. കാഴ്ചയല്ലാത്ത കണക്ക്, അതുപോലെ കേവലം കലണ്ടർ, ഇങ്ങനെയുള്ള അവലംബം ഒരിക്കലും ഇസ്ലാമിക രീതിയല്ല എന്നാണ് പണ്ഡിതന്മാർ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദാത്തുകൾ, ആരാധനകൾ ഇതുപോലെ ജനങ്ങൾക്ക് വ്യക്തമായി കാണുന്ന രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. നിസ്കാരത്തിൻ്റെ സമയങ്ങൾ നോക്കിയാൽ എല്ലാവർക്കും കാണാൻ സാധിക്കും. തുലൂഉൽ ഫജ്ർ, ഫജ്ർ ഉദിച്ചത് മുതൽ സുബഹയുടെ സമയമായി, എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് അതിൻ്റെ സമയം. ജനങ്ങൾക്ക് കാണാം, ഏത് കാലത്തും കണ്ണുകൊണ്ട് നോക്കിക്കാണാവുന്ന രൂപത്തിലാണ് സമയങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റുയ, കാഴ്ച എന്നത് അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണുക, അതല്ലെങ്കിൽ കാണാൻ സാധിക്കുന്ന വല്ല ഉപകരണങ്ങൾ കൊണ്ട് നേർക്ക് നേരെ കാണുക എന്നതാണ് ഒന്നാമത്തെ പടി, ഒന്നാമത്തെ രൂപം. രണ്ടാമത്തേത് ശഅബാൻ 30 പൂർത്തിയാവുക, അതല്ലെങ്കിൽ റമളാൻ 30 പൂർത്തിയാവുക, ഒരു മാസം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ഗുമ്മ അലൈക്കും, ഇനി നിങ്ങൾക്ക് മാസപ്പിറവി കാണാൻ സാധിക്കാത്ത രൂപത്തിൽ വല്ല മറയും സംഭവിച്ചാൽ, ആകാശത്ത് മേഘാവൃതമായി മേഘങ്ങൾ കൊണ്ട് മറഞ്ഞു, അതല്ലെങ്കിൽ പൊടിക്കാറ്റോ അങ്ങനെ വല്ലതും, എന്തെങ്കിലും കാരണത്താൽ പിറവി കാണാൻ സാധിച്ചില്ല എങ്കിൽ ഫഖ്ദുറൂ ലഹു, ഫഖ്ദുറൂ ലഹു എന്നാൽ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായങ്ങളാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. ഫഖ്ദുറൂ ലഹു എന്ന് പറഞ്ഞാൽ ഇടുക്കുക, നേരത്തെ പറഞ്ഞതുപോലെ ഇടുക്കുക എന്ന് പറഞ്ഞാൽ ശഅബാനിനെ 29 അവസാനിപ്പിക്കുക എന്നതാണ് ഒരഭിപ്രായം. അഥവാ ഇനി 30 കാണാൻ നിൽക്കേണ്ടതില്ല, 29 മാസപ്പിറവി കണ്ടില്ലെങ്കിൽ പിറ്റേത്തെ ദിവസം റമളാൻ 1 എന്നതാണ് ഒരഭിപ്രായം. സൂറത്തു ത്വലാഖിലെ ഖുദിറ അലൈഹി റിസ്ഖുഹു എന്ന അള്ളാഹുവിൻ്റെ ആയത്തിൽ ഖുദിറ എന്ന വാക്കിനെയാണ് അത് പറഞ്ഞ ആളുകൾ തെളിവ് പിടിച്ചിട്ടുള്ളത്. അഥവാ ഖുദിറ എന്ന് പറഞ്ഞാൽ ദുയ്യിഖ അലൈഹി, ഇടുക്കുക, ഞെരുക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമതൊരു അഭിപ്രായം ഫഖ്ദുറൂ ലഹു എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായ അഭിപ്രായം. ഫഖ്ദുറൂ ലഹു എന്ന് പറഞ്ഞാൽ എണ്ണം നിങ്ങൾ തിട്ടപ്പെടുത്തുക. എങ്ങനെ?
വേറെ ചില റിവായത്തിൽ അത് വിശദീകരിച്ചു വന്നിട്ടുണ്ട്. ഫഖ്ദിറു ലഹു 30, നിങ്ങൾ 30 കണക്കാക്കുക. അതുപോലെ വേറെ ചില റിവായത്തിൽ കാണാം ഫസൂമു 30 യൗമൻ, നോമ്പ് 30 പൂർത്തീകരിക്കുക. അതല്ലെങ്കിൽ മറ്റു ചില റിവായത്തിൽ കാണാം ഫഅക്മിലുൽ ഇദ്ദത 30, എണ്ണം നിങ്ങൾ 30 പൂർത്തീകരിക്കുക. ഇതാണ് ശരിയായ അഭിപ്രായം. മാസപ്പിറവി കണ്ടില്ല എങ്കിൽ 29 അവസാനിപ്പിക്കലല്ല, മറിച്ച് 30 പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ശരിയായ അഭിപ്രായം. കാരണം മാസം ഒന്നല്ലെങ്കിൽ 29, അതല്ലെങ്കിൽ 30 കണ്ടില്ലെങ്കിൽ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പറഞ്ഞത്. ഫഇൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറു ലഹു, കാണാൻ സാധ്യതയില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ വേറെ ചില ആളുകൾ നേരത്തെ മുൻകൂട്ടി കണക്ക് നോക്കി കലണ്ടർ നോക്കി ഇന്ന് കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആ കാര്യം പൂർത്തീകരിക്കലുണ്ട്. ഇന്ന് കാണുകയില്ല, ഇന്ന് കാണാൻ സാധ്യതയില്ല, അങ്ങനെ പ്രഖ്യാപനം നടത്തുന്ന ആളുകളുണ്ട്. അത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ശരിയല്ല എന്നാണ് ഇതുപോലെയുള്ള ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാർ തെളിവ് പിടിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം. ഒന്നല്ലെങ്കിൽ കാഴ്ചയാണ്, അതല്ലെങ്കിൽ മാസം പൂർത്തീകരിക്കലാണ്. ഇനി സഹോദരങ്ങളെ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅയ്തുമൂഹു എന്ന് പറഞ്ഞു. നിങ്ങൾ അതിനെ കണ്ടാൽ, നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ. പണ്ഡിതന്മാർ പറഞ്ഞു ഈ അഭിസംബോധന കേവലം മദീനയിലുള്ള ജനങ്ങളോട് മാത്രമാണോ, അതല്ല ലോകത്തുള്ള എല്ലാവർക്കും അത് ബാധകമാണോ? കാലങ്ങളായി നിലനിന്നു വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ പറഞ്ഞ കാര്യം. ആധുനികരായ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ 8ഓളം അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട് എന്നാണ്. അതിലേറ്റവും പ്രസിദ്ധമായി നിൽക്കുന്ന 2 അഭിപ്രായങ്ങളിൽ ഒന്ന് ഇദാ റഅയ്തുമൂഹു ഫസൂമു, നിങ്ങളതിനെ കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. വ ഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു, നിങ്ങളതിനെ കണ്ടാൽ നിങ്ങൾ ഫിത്റാക്കുക, നോമ്പ് ഉപേക്ഷിക്കുക എന്നത് മദീനക്കാരോട് മാത്രമല്ല, മറിച്ച് ലോകത്തുള്ള എല്ലാവരോടുമാണ്. എന്ന് പറഞ്ഞാൽ മദീനക്കാരോട് ഒരു കാര്യം പറഞ്ഞാൽ അത് ലോകർക്ക് എല്ലാവർക്കും ബാധകമാണ് എന്നതാണ് ഒരഭിപ്രായം. അതിനവർ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സ്ഥലത്ത് കണ്ടാൽ എല്ലാവരും അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലോകത്ത് ഇബാദാത്തുകളുടെ വിഷയത്തിൽ ഐക്യമുണ്ടാവണം എന്നതാണ് അതിന് അവർ പറഞ്ഞ കാരണം. ലോകത്ത് ഇന്ന് ഒരു സ്ഥലത്ത് നോമ്പാണെങ്കിൽ ചില സ്ഥലത്ത് നാളെ ആയിരിക്കും, ചില സ്ഥലത്ത് അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും. അങ്ങനെ ഒരു ഇഖ്തിലാഫ് ഇല്ലാതിരിക്കാൻ എല്ലാവരും ഈ അഭിപ്രായം സ്വീകരിക്കലാണ് ഉത്തമം, അതാണ് ശരി എന്നതാണ് ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു ഇദാ റഅയ്തുമൂഹു ഫസൂമു എന്നത് ലോകർക്ക് മുഴുവനും ബാധകമല്ല. കാരണം ലോകത്ത് ഒരു സൂര്യനും ഒരു ചന്ദ്രനും മാത്രമേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ മത്ലഅ്, അത് ഉദിക്കുന്ന സ്ഥലം വ്യത്യാസപ്പെടും. ഇവിടെ ഇപ്പോൾ പകലാണെങ്കിൽ രാത്രിയാവുന്ന സ്ഥലം ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇഖ്തിലാഫുൽ മതാലിഅ, ഉദയസ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാ സ്ഥലത്തും പ്രായോഗികമാക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല സ്വഹാബികൾ മനസ്സിലാക്കിയത് എല്ലാവർക്കും അവരുടേതായ കാഴ്ചയുണ്ട് എന്നതാണ്. അതിനവർ തെളിവ് പിടിച്ചത് സഹീഹ് മുസ്ലിമിലെ ഖുറൈബ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അസറാണ്. അമീറുൽ മുഅ്മിനീൻ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം വെള്ളിയാഴ്ച മാസപ്പിറവി ദർശിച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചു. ഷാമിൽ നിന്നും മദീനയിലെത്തിയ ഖുറൈബ് റഹിമഹുല്ല അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അവിടെ
വെള്ളിയാഴ്ച മാസപ്പിറവി ദർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പിറ്റേന്നാണ് ശനിയാഴ്ചയാണ് മാസപ്പിറവി എടുത്തത്. ഷാമിൽ വെള്ളിയാഴ്ചയും മദീനയിൽ ശനിയാഴ്ചയുമാണ് മാസപ്പിറവി അവർ എടുത്തിട്ടുള്ളത്. അദ്ദേഹം ആ സന്ദർഭത്തിൽ ഖുറൈബ് റഹിമഹുല്ല തിരിച്ചു ചോദിച്ചു, മുആവിയയുടെ കാഴ്ച പോരെ നമുക്ക്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഹാകദ അമറന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത്. ഈ വാക്ക് വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു വാക്കാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, സഹാബികൾ മനസ്സിലാക്കിയത് വ്യത്യസ്തങ്ങളായ കാഴ്ചകളുണ്ട് എന്നതിന് ഒന്നാമത്തെ തെളിവ് അമീറുൽ മുഅ്മിനീൻ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാഴ്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എടുത്തില്ല. രണ്ടാമത്തേത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പിറ്റേത്തെ ദിവസം മാസപ്പിറവി എടുത്തതിനെ മദീനയിൽ അന്ന് ജീവിച്ചിരുന്ന ഫുഖഹാക്കളായ സഹാബികൾ എതിർത്തിട്ടുമില്ല. ഇപ്പോൾ സഹാബികൾക്കിടയിൽ പൊതുവെ അറിയപ്പെട്ട ഒരു കാര്യം അതാണ് ഈ പറഞ്ഞ രൂപത്തിൽ പ്രായോഗികമായ ഒരു കാര്യവും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇമാം അന്നവവി റഹിമഹുല്ല അദ്ദേഹം സ്വഹീഹ് മുസ്ലിമിൽ ഒരു തലക്കെട്ട് തന്നെ കൊടുത്തതായി കാണാം. ഓരോ നാട്ടിനും ഓരോ കാഴ്ചയുണ്ട്. വല്ലാഹു അലം, അതാണ് ശരിയായി മനസ്സിലാവുന്നത്, അതാണ് കൂടുതൽ പ്രായോഗികമായി ചെയ്യാനും മനസ്സിലാവുന്നത്. പണ്ഡിതന്മാർ അതിന് പറഞ്ഞത്, നിസ്കാരത്തിന് നമ്മൾ അവലംബിക്കുന്നത് ഓരോ നാട്ടിലെയും കാഴ്ചയാണ്, നിസ്കാരത്തിൻ്റെ സമയമാണ് എന്നതുപോലെ ഇബാദാത്തുകൾക്ക് പൊതുവെ അവരവരുടെ കാഴ്ചകൾ അവലംബിക്കുക എന്നതാണ് എന്ന് പറഞ്ഞു. ഇതാണ് പ്രസിദ്ധമായ രണ്ട് അഭിപ്രായങ്ങൾ. ഇത് പഴയ കാലത്തെ നിലനിൽക്കുന്ന ഇഖ്തിലാഫുൽ മത്താലിഅ എന്ന വിഷയമാണ്. ഇത് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇത്രയും പറഞ്ഞത് ആരെങ്കിലും തൃപ്തിപ്പെടുത്താനോ അതല്ലെങ്കിൽ ആരോടെങ്കിലും വാദപ്രതിവാദം നടത്താനോ അല്ല, മറിച്ച് വല്ലാഹു അലം കൂടുതൽ ആശയസമ്പുഷ്ടമായി പ്രായോഗികമായി മനസ്സിലാവുന്നത് ഈ ഒരു അഭിപ്രായമാണ്. ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ പരസ്പരമുള്ള ആക്ഷേപങ്ങളോ ഒരിക്കലും ശരിയല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇന്നലെ നോമ്പെടുത്ത ആളുകൾ ഇന്ന് നോമ്പെടുത്ത ആളുകളുടെ നോമ്പ് ഫസാദായി എന്നോ അതല്ലെങ്കിൽ ഇന്ന് പെരുന്നാൾ ഇന്ന് വേറെ ചില ആളുകൾക്ക് നോമ്പ്, അപ്പോൾ അവരുടെ നോമ്പ് ഫസാദായി എന്നോ പറയേണ്ടതില്ല. ഇത് കൂടുതൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ലോകത്ത് മുഴുവനും എല്ലാവരും മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടണം എന്ന് വിചാരിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വലിയ ഭിന്നിപ്പിലേക്ക് എത്തുമെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുക. എന്നോടും നിങ്ങളോടുമുള്ള ഉപദേശമാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. പവിത്രമായ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖൽബ് സലീമായ രൂപത്തിൽ നല്ല കുറ്റമറ്റ ഹൃദയമായി ഹൃദയവിശാലതയോടുകൂടി ഇബാദത്തുകൾക്ക് വേണ്ടി മുന്നിട്ട് ആ മാസത്തിലേക്ക് പ്രവേശിക്കുക, പെരുന്നാളിലേക്ക് സന്തോഷത്തോടുകൂടി പ്രവേശിക്കുക എന്നതാണല്ലോ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ പിന്നിലുള്ള ലക്ഷ്യം. അപ്പം അത് വിസ്മരിച്ച് പോവാതിരിക്കുക എന്ന് ഞാനും നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് സഹോദരങ്ങളെ ആ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പറഞ്ഞു വന്നത് റമദാനിലേക്ക് പ്രവേശിക്കാൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റുഇയ, കാഴ്ച, കണക്കല്ല, കേവലം കലണ്ടറിൻ്റെ അവലംബം അല്ല. രണ്ടാമത്തത് മാസം ഒന്നല്ലെങ്കിൽ 29 അതല്ലെങ്കിൽ 30 പൂർത്തിയാക്കി അടുത്ത മാസത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അടുത്തതായി അൽ-ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ല അദ്ദേഹം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു. ഖാല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, തസഹറൂ ഫഇന്ന ഫിസ് സഹൂരി
ബറകതൻ. തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുക. ഫഇന്ന ഫിസ്സഹൂരി ബറകതൻ, തീർച്ചയായും അത്താഴത്തിൽ ബറകത്തുണ്ട്. വേറെ ചില റിവായത്തിൽ ഫഇന്ന ഫിസ്സുഹൂരി ബറകതൻ എന്നും കാണാം. സഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴം കഴിക്കുന്ന ആ സമയത്തിന് പറയുന്ന പേരാണ്. അഥവാ സീനിന് ഫത്ഹ് കൊടുത്തുകൊണ്ട് അസ്സഹൂർ എന്ന് പറഞ്ഞാൽ ആ സമയം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, സൂറത്തു ആലി ഇമ്രാനിൽ മുഅ്മിനീങ്ങളെക്കുറിച്ച് അവരുടെ വിശേഷണമായി അള്ളാഹു പറഞ്ഞു, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. സഹറിൻ്റെ സമയത്ത് അഥവാ തഹജ്ജുദിൻ്റെ സമയത്ത്, അത്താഴത്തിൻ്റെ സമയത്ത് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാണ് അവർ. അപ്പോൾ ഫിസ് സഹൂർ, സീനിന് ഫത്ഹ് കൊടുത്തുകൊണ്ട് സഹൂർ എന്ന് പറഞ്ഞാൽ അത് ആ സമയത്തെയാണ്, വക്തിനെയാണ് അറിയിക്കുന്നത്. ഇനി ഫിസ് സുഹൂർ എന്ന് പറഞ്ഞാൽ സീനിന് ലമ്മ് കൊടുത്തുകൊണ്ട് പറഞ്ഞാൽ അത്താഴം കഴിക്കുന്ന ആ ഭക്ഷണത്തിനാണ് സുഹൂർ എന്ന് പറയുക. ഏതുപോലെ? വുദൂഉം പോലെ. വദൂ എന്ന് പറഞ്ഞാൽ വുദൂ എടുക്കാനുള്ള വെള്ളമാണ്. വുദൂ എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനത്തിനാണ് വുദൂ എന്ന് പറയുക. അറബി ഭാഷയിലെ വളരെ മനോഹരമായ ചില പ്രയോഗങ്ങളാണ്. ഫഇന്ന ഫിസ്സഹൂരി ബറകതൻ, അതല്ലെങ്കിൽ ഫഇന്ന ഫിസ്സുഹൂരി ബറകതൻ. സഹോദരങ്ങളെ, സഹറിൻ്റെ അത്താഴത്തിൻ്റെ സമയമാവട്ടെ, അത്താഴമാവട്ടെ ബറക്കത്താക്കപ്പെട്ടതാണ്. അത്താഴത്തിൽ ബറക്കത്തുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഹൂറു കുല്ലുഹു ബറകതൻ. അത്താഴം എന്നത് മുഴുവനും ബറക്കത്താണ്, അനുഗ്രഹീതമാണ്. എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ നിലനിൽക്കുക, അത് വർദ്ധിക്കുക എന്നതാണ് ബറക്കത്ത്. അനുഗ്രഹങ്ങൾ, അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾ അത് നിലനിൽക്കുക, അതേപോലെ തന്നെ അതിൽ വർധനവുണ്ടാവുക, ഇതാണ് ബറക്കത്ത്. അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ഫലാ തദഊഹു, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ അത്താഴം ഉപേക്ഷിക്കരുത്. ഏതുവരെ? അവിടുന്ന് പറഞ്ഞു, വലൗ അൻ യജ്റഅ അഹദുക്കും ജർഅതൻ മിൻ മാഇൻ, ഒരിറക്ക് വെള്ളം കൊണ്ടാണെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കുക. ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കുക. ഫഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ, തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യും. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അബുൽ ആലിയ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഉന്നതരായ മലക്കുകളുടെ അരികിൽ വെച്ച് ആ വ്യക്തിയുടെ പേര് പരാമർശിക്കലാണ്, ആ വ്യക്തിയെ പുകഴ്ത്തലാണ്. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പാപമോചനം തേടലാണ്, ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. ഇതാണ് അത്താഴത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ സഹോദരങ്ങളെ, ഒരിറക്ക് വെള്ളം കൊണ്ടാണെങ്കിലും അത്താഴം കഴിക്കുക, അത്താഴം ഉപേക്ഷിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത്താഴത്തിൻ്റെ ആ ബറക്കത്ത് നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. എന്താണ് അത്താഴത്തിൻ്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, അത്താഴത്തിൻ്റെ ബറക്കത്ത് സഹൂറായാലും സുഹൂറായാലും, അഥവാ ആ സമയമായാലും അത്താഴത്തിൻ്റെ ഭക്ഷണമായാലും അതിലെല്ലാം ബറക്കത്തുണ്ട്. ഒന്നാമത്തെ ബറക്കത്ത് എന്താണ്? അത്താഴം കഴിക്കുക എന്നത് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച മഹത്തായ ഒരു ഇബാദത്താണ് എന്ത്? അത്താഴം കഴിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന അവിടുത്തെ സുന്നത്തിൽപ്പെട്ട, അവിടുത്തെ ചര്യയിൽപ്പെട്ട കാര്യമാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. തസഹറു അവിടുത്തെ കൽപ്പനയാണ്. അസ്സഹൂറു കുല്ലുഹു ബറകതൻ ഫലാ തദഊഹു, അത്താഴം മുഴുവനും അനുഗ്രഹീതമാണ്, ബറക്കത്താണ്, നിങ്ങൾ ഉപേക്ഷിക്കരുത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റൽ അതിലുണ്ട്.
മൂന്നാമത്തേത് അത്താഴത്തിൻ്റെ ബറക്കത്തിൽപ്പെട്ടതാണ് ഒരു മുസ്ലിമിനെ പിറ്റേന്ന് അനുഷ്ഠിക്കുന്ന നോമ്പിന് സഹായിക്കും. അത്താഴം കഴിച്ചാൽ നോമ്പ് നോൽക്കുമ്പോൾ ഒരു ഉന്മേഷവും അതുപോലെ ശരീരത്തിന് ശക്തിയും പകരാൻ അതുകൊണ്ട് സാധിക്കും. നാലാമത്തേത് സഹോദരങ്ങളെ, ആ സഹറിൻ്റെ സമയമെന്നത് അള്ളാഹുവിനുള്ള ദിക്റിനും ദുആഇനും ഇസ്തിഗ്ഫാറിനും ഒക്കെ ഉള്ള സമയമാണ്. അള്ളാഹു തആല മുഅ്മിനീങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ അത്താഴത്തിൻ്റെ വേളയിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാണ്. അപ്പം ആ സമയത്ത് ഒരാൾക്ക് എഴുന്നേൽക്കാൻ സാധിച്ചാൽ, ആ സമയത്ത് ഇബാദത്തുകൾ ചെയ്യാൻ സാധിച്ചാൽ അത് വലിയ ശ്രേഷ്ഠതയുള്ള സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. ആ സമയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയിൽപ്പെട്ടതാണ് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വതആല ആ സമയത്ത് ഭൂമിയോടടുത്ത ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവന് ഉത്തരം നൽകാം. ആരുണ്ടെന്നോട് ചോദിക്കാൻ, ഞാൻ അവന് നൽകാം. ആരുണ്ടെന്നോട് പാപമോചനം തേടാൻ, ഞാൻ അവന് പുറത്തു കൊടുക്കാം. അങ്ങനെയുള്ള മഹത്തായ ഒരു സമയമാണ് അത്താഴത്തിൻ്റെ സമയം. അത് അത്താഴത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അഞ്ചാമത്തെ കാര്യം അത്താഴത്തിൻ്റെ ബറക്കത്തിൽപ്പെട്ടതാണ്. അഹ്ലുൽ കിതാബിനോടുള്ള എതിരിടൽ അതിലുണ്ട്. ഇസ്ലാം ദീനിൻ്റെ അടിത്തറയിൽപ്പെട്ടതാണ് യഹൂദ നസാറാക്കളോട് അവരുടേതായ കാര്യങ്ങളിൽ എതിരാവണം. യഹൂദികൾ, നസാറാക്കൾ, അഹ്ലുൽ കിതാബ് അവരുടെ നോമ്പ് എന്നത് അത്താഴമില്ലാതെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബി അക്ലത്തുസ് സഹർ. നമ്മുടെയും അഹ്ലുൽ കിതാബിൻ്റെയും നോമ്പിനിടയിലുള്ള വ്യത്യാസം എന്നത് അത്താഴം കഴിക്കലാണ്. അവർക്ക് അത്താഴമില്ല, അവർ അത്താഴം കഴിക്കുകയില്ല. അതുകൊണ്ട് അവരോട് എതിരാവാൻ നാം അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പെടുക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആറാമത്തെ കാര്യം സഹോദരങ്ങളെ, അത് വളരെ മഹത്തരമാണ്. അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അത്താഴം കഴിച്ച് ദിക്റുകളിലും ദുആയിലും ആയി സമയം ചിലവഴിച്ച് അങ്ങനെ ആ സമയം ജീവിപ്പിച്ചാൽ ഫജ്ർ ജമാഅത്തിനെത്താൻ സാധിക്കും. അത്താഴത്തിന് എഴുന്നേറ്റാൽ നിസ്കാരം ജമാഅത്തായി നേരത്തെ മസ്ജിദിലെത്തി നിർവഹിക്കാൻ സാധിക്കും. വളരെ മഹത്തരമായ കാര്യമാണ്. ഒരാൾ ആ സമയത്ത് കിടന്നുറങ്ങിയാൽ, നന്നായി ഉറങ്ങിയാൽ, ഒരുപക്ഷെ അങ്ങനെ തന്നെ ഉറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത്ര ആളുകളുണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് അങ്ങനെ കിടന്നുറങ്ങും, സുബഹി എഴുന്നേറ്റാൽ നിസ്കരിക്കും. അങ്ങനെയല്ല, അത്താഴത്തിന് ഒരാൾ എഴുന്നേൽക്കുകയാണെങ്കിൽ ആ സമയത്തെ ജീവിപ്പിച്ചാൽ ഫജ്റിന് നേരത്തെ, സുബഹിക്ക് നേരത്തെ മസ്ജിദിലെത്താൻ സാധിക്കും. അത് അത്താഴത്തിൻ്റെ ബറക്കത്തിൽപ്പെട്ടതാണ്. ഏഴാമത്തെ കാര്യം, ഹദീസിൽ വന്നതുപോലെ അള്ളാഹുവും അവൻ്റെ മലക്കുകളും അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യും. അള്ളാഹുവിൻ്റെ സ്വലാത്ത് ഈ വ്യക്തിയെ പുകഴ്ത്തലാണ്. മലക്കുകളുടെ സ്വലാത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്, ഇസ്തിഗ്ഫാർ ചെയ്യലാണ്. സഹോദരങ്ങളെ, അത്താഴം മുഴുവനും ബറക്കത്താണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ് സഹൂരി ബറകതൻ. നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിൽ ബറക്കത്തുണ്ട്, അനുഗ്രഹമുണ്ട്. അത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. എത്രത്തോളം ഒരു ഇറക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും. അതുപോലെ തന്നെ വേറെയും ചില റിവായത്തിൽ ഒരു മുഅ്മിനിൻ്റെ എത്ര നല്ല അത്താഴമാണ് ഈത്തപ്പഴം. അങ്ങനെയുള്ള ഹദീസുകൾ വേറെയും നമുക്ക് കാണാം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും അത്താഴമെന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെയല്ല. നമുക്കിന്ന് അൽഹംദുലില്ലാ വിഭവ സമൃദ്ധമായ അത്താഴമുണ്ട്, ഭക്ഷണമുണ്ട്, നോമ്പുതുറയുണ്ട്. അവർക്ക് അങ്ങനെയല്ല. എന്നിട്ടും അവർ ഈ പറഞ്ഞ അത്താഴത്തിന് പ്രാധാന്യം നൽകിയെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് മാർഗദർശനം നൽകിയെങ്കിൽ അത് വളരെ മഹത്തരമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ പല ആളുകളും
നേരത്തെ രാത്രി ഒരു 12 മണി അർദ്ധരാത്രിയൊക്കെ നന്നായി ഭക്ഷണം കഴിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. അത്താഴത്തിൻ്റെ സമയം എഴുന്നേൽക്കാതെ പിന്നെ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെ നമ്മളാവരുത്. മറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്തതായി അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം അത്താഴവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസാണ് ഉദ്ധരിക്കുന്നത്. عن أنس بن مالك عن زيد بن ثابت رضي الله عنه قال تسحرنا مع رسول الله صلى الله عليه وسلم ثم قام إلى الصلاة قال أنس قلت لزيد كم كان بين الأذان والسحور قال قدر 50 آية. മഹാനായ സഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം മറ്റൊരു സഹാബിയായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്നുമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഒരു സഹാബി മറ്റൊരു സഹാബിയിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്യുകയാണ്. ഖാല അദ്ദേഹം പറഞ്ഞു, അഥവാ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, തസഹർന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്താഴം കഴിക്കുകയുണ്ടായി. സുമ്മ ഖാമ ഇല സ്വലാത്തി, എന്നിട്ട് നിസ്കാരത്തിന് ചെല്ലുകയും ചെയ്തു. ഖാല അനസുൻ, ഇത് കേട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖുൽതു ലി സെയ്ദിൻ, ഞാൻ സെയ്ദ് ബിൻ സാബിത്തിനോട് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കം കാന ബൈനൽ അദാനി വസ്സഹൂർ, അത്താഴത്തിനും ഇഖാമത്തിനും ഇടയിൽ എത്ര സമയമാണ് ഉണ്ടായിരുന്നത്? ഇവിടെ ബൈനൽ അദാനി വസ്സഹൂർ എന്നാണ് ഹദീസിലുള്ളത്. അൽ അദാൻ എന്ന് പറഞ്ഞാൽ ഇഖാമത്തിനും അദാൻ എന്ന് പറയും. കാരണം അദ്ദേഹം പറഞ്ഞത് സുമ്മ ഖാമ ഇല സ്വലാത്തി എന്നാണ്. അത്താഴം കഴിച്ചതിന് ശേഷം നമ്മൾ നിസ്കാരത്തിന് വേണ്ടി ചെന്നു, നിസ്കാരത്തിന് വേണ്ടി നിന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അത്താഴത്തിനും നിസ്കാരത്തിനും അഥവാ ഇഖാമത്തിനുമിടയിൽ എത്ര സമയമാണ് ഉണ്ടായിരുന്നത്? ഖാല, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖദ്റു 50 ആയതൻ, 50 ആയത്തുകൾ പാരായണം ചെയ്യുന്ന സമയം. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് അത്താഴത്തിനും നിസ്കാരത്തിനും ഇടയിലുള്ള സമയത്തിൻ്റെ കുറവാണ്. എന്ന് പറഞ്ഞാൽ പരമാവധി അത്താഴം പിന്തിക്കുക എന്നതാണ് സുന്നത്ത്. പരമാവധി അത്താഴം പിന്തിക്കുക. നോക്കൂ നിങ്ങൾ, ഇവിടെ അത്താഴം കഴിച്ചു, എന്നിട്ട് നിസ്കാരത്തിന് വേണ്ടി നിന്നു. അതിനിടയിൽ 50 ആയത്ത്, വേറെ ചില റിവായത്തിൽ 60 ആയത്തുകൾ പാരായണം ചെയ്യാൻ എത്ര സമയം വേണോ അത്ര സമയമാണ് അതിനിടയിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, വല്ലാതെ വേഗത്തിലുമല്ല വളരെ പതുക്കെയുമല്ല. അങ്ങനെ ഒരാൾ 50 ആയത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് അതാണ് വേണ്ടി വരിക. അപ്പം ആ 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ അത്താഴത്തിനും നിസ്കാരത്തിനും ഇടയിൽ. അത് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത്താഴം അവർ വളരെ പിന്തിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ്. പരമാവധി അത്താഴം പിന്തിപ്പിക്കുക എന്നതാണ് സുന്നത്ത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത്താഴം പിന്തിപ്പിക്കുക, പരമാവധി പിന്തിപ്പിക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ ബാങ്ക് വിളിച്ച് 25 അതല്ലെങ്കിൽ 30 മിനിറ്റ് പൊതുവെ നിസ്കാരത്തിന് സമയമെടുക്കാറുണ്ട്. ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവൽ വക്തിൽ വേഗത്തിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിനോട് അടുത്ത അഥവാ ഫജ്റിൻ്റെ കുറച്ചു മുന്നേ അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 5:30 ബാങ്ക് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു 5:15 അത്താഴം കഴിക്കുക. അതാണ് കൂടുതൽ ഉത്തമം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ
പരമാവധി അത്താഴം പിന്തിപ്പിക്കുക എന്നുള്ളതാണ് സുന്നത്തായിട്ടുള്ളത്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അത്താഴം ഉപേക്ഷിക്കരുത് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ റമളാനിലേക്ക് കടക്കുമ്പോൾ റമളാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യമായി എടുത്തുകൊടുത്തത് അത്താഴവുമായി ബന്ധപ്പെട്ട 2 ഹദീസുകളാണ്. അത്താഴം കഴിക്കാനും അത്താഴം പിന്തിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിട്ടുള്ള 2 തെളിവുകളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ കാര്യം പരമാവധി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അടുത്തതായി അദ്ദേഹം ഉദ്ധരിക്കുന്നു, അൻ ആയിഷത വ ഉമ്മി സലമത റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുദ്രികുഹുൽ ഫജ്റു വഹുവ ജുനുബുൻ മിൻ അഹ്ലിഹി ثم يغتسل ويصوم. ആയിഷ റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും അവർ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാരാണ്, ഭാര്യമാരാണ്. അവർ രണ്ടുപേരുമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിൽ എത്താറുണ്ടായിരുന്നു. വഹുവ ജുനുബുൻ മിൻ അഹ്ലിഹി, അവിടുത്തെ കുടുംബത്തിൽ നിന്നും ജനാബത്തുകാരനായിക്കൊണ്ട്. സുമ്മ യഗ്തസിലു, ശേഷം അവിടുന്ന് കുളിക്കും. വയസൂമു, എന്നിട്ട് ആ നോമ്പ് തുടരുകയും ചെയ്യും. ഇത് സഹോദരങ്ങളെ ഒരു മസ്അലയാണ്. അഥവാ റമളാനിൻ്റെ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവാദം നൽകിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഉഹില്ലത് ലക്കും ലൈലത സിയാമി അർറഫസു ഇലാ നിസായിക്കും. റമളാനിൻ്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു, അനുവദിച്ചു നൽകിയിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ഫജ്റിൽ എത്താറുണ്ടായിരുന്നു. അഥവാ ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ജനാബത്തുകാരനായിരിക്കും. മിൻ അഹ്ലിഹി, അവിടുത്തെ കുടുംബത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അങ്ങനെ ജനാബത്തുകാരനായി എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലാതെ സ്വപ്ന സ്ഖലനം കൊണ്ട് ജനാബത്തായി എന്നല്ല. അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ കാരണത്താലാണ് എന്ന് ചുരുക്കം. എന്നിട്ട് അവിടുന്ന് ബാങ്കിന് ശേഷം അഥവാ നോമ്പിലേക്ക് പ്രവേശിച്ചു, ശേഷം കുളിക്കുകയും എന്നിട്ട് ആ നോമ്പ് തുടരുകയും ചെയ്യും. വലാ യഖ്ദി, ആ നോമ്പ് ഖളാ വീട്ടാറുണ്ടായിരുന്നില്ല. ഇത് സഹോദരങ്ങളെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി നൽകുന്ന ഒരു ഹദീസാണ്. അഥവാ ഒരാൾ ജനാബത്തുകാരനായി എന്നിട്ട് ഫജ്റിലെത്തി ബാങ്ക് വിളിച്ചു, അയാൾക്ക് ആ നോമ്പ് തുടരാവുന്നതാണ്. അയാളുടെ നോമ്പ് ഫസാദല്ല, മറിച്ച് അയാൾ നോമ്പുകാരനായിട്ട് തന്നെ അയാൾക്ക് തുടരാം. ഈ ഹദീസിൽ നിന്നും ലഭിക്കുന്ന ഗുണപാഠങ്ങളിൽ ഒന്നാണത്. സമാനമായി പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകൾ, ഒരു ആർത്തവകാരി ബാങ്കിന് മുന്നേ ശുദ്ധിയായി, ഒരു പ്രസവരക്തമുണ്ടായിരുന്ന ഒരു സ്ത്രീ ബാങ്കിന് മുന്നേ ശുദ്ധിയായി എങ്കിൽ അവർക്ക് ബാങ്കിന് ശേഷം കുളിച്ചാൽ മതി, എന്നിട്ട് ആ നോമ്പ് തുടരുകയും ചെയ്യാം. അവർക്ക് നോമ്പ് എടുക്കാം, അതല്ല നോമ്പ് അവർ എടുക്കണം. മനസ്സിലായോ? ഒരാൾ നോമ്പുകാരനായിരിക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല, വളരെ ഗൗരവമായ കാര്യമാണ്. അതേപോലെ തന്നെയാണ് നോമ്പുകാരിയായിരിക്കെ ഒരു സ്ത്രീക്ക് ആർത്തവമുണ്ടായി, നോമ്പ് മുറിയും. ഒരു സ്ത്രീ പ്രസവിച്ചു, പ്രസവരക്തം വന്നു, നോമ്പ് മുറിയും. എന്നാൽ നോമ്പിൻ്റെ രാത്രിയിൽ ശുദ്ധിയായി ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് കുളിക്കുന്നത് എങ്കിൽ അവർക്ക് നോമ്പ് തുടരാവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ഒരാൾക്ക് നോമ്പിൻ്റെ
പകലിൽ സ്വപ്നസ്ഖലനമുണ്ടായി, അയാൾ നോമ്പ് മുറിക്കേണ്ടതില്ല, മറിച്ച് അയാൾ കുളിച്ച് ശുദ്ധിയായാൽ മതി, ആ നോമ്പ് തുടരാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇത് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവരുടെ ഫളിൽ, അവരുടെ ശ്രേഷ്ഠത ഈ ഹദീസിലുണ്ട്. കാരണം വലിയ ഒരു വിജ്ഞാനമാണ് അവർ ലോകത്തിന് പറഞ്ഞു കൊടുത്തത്. അഥവാ ഭാര്യമാർ മാത്രം അറിയുന്ന, കാണുന്ന ഒരു സംഭവമാണിത്. അതൊരു ഇൽമായി, വിജ്ഞാനമായി അവർ മുസ്ലിം ഉമ്മത്തിന് പകർന്നു നൽകിയിരിക്കുകയാണ്. ഈ കാര്യം ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടാവുന്ന കാര്യമാണ്. പലർക്കും ഈ പറഞ്ഞ കാര്യം സംശയമുണ്ടാവാറുണ്ട്. നോമ്പിൻ്റെ രാത്രിയിൽ ജനാബത്തുണ്ടായി, ബാങ്കിന് ശേഷമാണ് കുളിച്ചത് എങ്കിൽ നോമ്പ് മുറിയുമോ, നോമ്പ് ഖളാ കൂട്ടണോ, നോമ്പ് മടക്കണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. നോമ്പ് മടക്കേണ്ടതില്ല. അതാണ് ചില റിവായത്തിൽ വന്നത്, വലാ യഖ്ദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖളാ കൂട്ടാറുണ്ടായിരുന്നില്ല. ഇത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു, അവിടത്തേക്ക് ഫജ്ർ വന്ന് കിട്ടാറുണ്ടായിരുന്നു. വഹുവ ജുനുബുൻ മിൻ അഹ്ലിഹി, അവിടുന്ന് കുടുംബത്തിൽ നിന്ന് ജനാബത്തുകാരനായ അവസ്ഥയിൽ. സുമ്മ യഗ്തസിലു വയസൂമു, ശേഷം അവിടുന്ന് കുളിക്കുകയും എന്നിട്ട് ആ നോമ്പ് പൂർത്തിയാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നല്ല രൂപത്തിൽ പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.